ഹായ് ഓൾ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 3 ആണ്. കോണ്ടിബ എ ഹീറോ. കോണ്ടിബ എന്താണ്? ഒരു നായകൻ എന്നാണ് ഈ സ്റ്റോറിയുടെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കാം. ഐ ആം ഷുവർ യു വിൽ എഗ്രി ദാറ്റ് വി ഓൾ ഫേസ് ഡിഫിക്കൽട്ടീസ് ആൻഡ് പ്രോബ്ലംസ്. ഹൗ ഡു യു ഡീൽ വിത്ത് ദം? ഡു യു ഫീൽ ഡിഫീറ്റഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് or you consider various possibilities and try to find solution? അപ്പോൾ എന്താണ് എനിക്ക് ഉറപ്പാണ് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലം അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്തത്? നമുക്ക് ആ സമയത്ത് ദേഷ്യം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. There are some people who in spite of their own difficulties are able to understand others' problem and are ready to help them. Such people are real heroes. ഒരുപാട് വ്യക്തികളുണ്ട്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ടിൽ നിന്ന് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്. അവരെയാണ് നമ്മൾ ഹീറോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി നോക്കാം. അപ്പോൾ ഈ സ്റ്റോറിയിൽ എന്താണ്? ലെറ്റ് us read the story of കോണ്ടിബ who is visually challenged. Let us find out what he does that make him a hero and help him to become economically independent. അപ്പോൾ ഇതിൽ പറയുന്നത് കോണ്ടിബ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കഥയാണ്. ഈ കഥയിൽ നമുക്ക് എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് ഒരു ഹീറോ ആയത്, അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ആകാതെ അയാൾ സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് നല്ല രീതിയിലേക്ക് ആയത് എന്നാണ് ചോദിക്കുന്നത് ഇതിൽ. അപ്പോൾ നമുക്ക് ഈ സ്റ്റോറി എന്താണെന്ന് നോക്കാം. അപ്പോൾ കോണ്ടിബ ഗെയ്ക്വാഡ് hate begging, but the famine in Maharashtra in 1972 to 73 had driven him from his home in Aurangabad to Mumbai in search of bread. At first he had tried selling brooms. Unfortunately, he had little luck selling his goods. He soon learned that Mumbai is dangerous to beggars, especially blind beggars, and 25-year-old Kondiba was blind. He had become blind with a small pox at the age of 8. അപ്പോൾ എന്താണ് കോണ്ടിബ എന്ന് പറയുന്നത്? കോണ്ടിബ ഗെയ്ക്വാദ് എന്നാണ് ശരിക്കുള്ള പേര്, മുഴുവൻ നെയിം. അദ്ദേഹം എന്താണ്, ഭിക്ഷാടനം വെറുത്തിരുന്നു. എന്നാൽ 1972 തൊട്ട് 73 വരെയുള്ള കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔറംഗാബാദിൽ വീട്ടിൽ നിന്ന് റൊട്ടി തേടി മുംബൈയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോയി. ആദ്യം ചൂല് വിൽക്കാൻ ശ്രമിച്ചു. പിന്നെ എന്തുപറ്റി? നിർഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ സാധനങ്ങൾ വിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നെ മുംബൈ യാചകരോട്, പ്രത്യേകിച്ച് അന്ധരായ യാചകരോട് ഒരു ഉദാരമനസ്കരാണെന്ന് അദ്ദേഹം വൈകാതെ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ 25-കാരിയായ കോണ്ടിബ എങ്ങനെയാണ് അന്ധയായി എന്ന് പറയുന്നത്? അദ്ദേഹത്തിന് 8-ാം വയസ്സിൽ എന്തുപറ്റി? വസൂരി ബാധിച്ചിട്ടാണ് അദ്ദേഹം അന്ധനായി മാറിയത്. ഇനി ഇറ്റ് വാസ് എ ക്ലൗഡി ഡേ ഇൻ ഗുലിബാർ, ദ ലാർജ് സ്ലം കോളനി ഇൻ ഗാഡ്കോബാർ, നോർത്ത് ഈസ്റ്റ് ഓഫ് മുംബൈ. കോണ്ടിബ ലിവ്ഡ് ഹിയർ വിത്ത് തുഗരം ആൻഡ് തുഗരംസ് വൈഫ്. It was the end of monsoon. In the middle of the open area in the colony there was a well. It was full of blackish green water. Nothing could be seen more than a few centimeters below the surface. അപ്പോൾ എന്താണ്, മുംബൈയിലെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു ഗാഡ്കോപ്പറിലെ വലിയ ചേരി കോളനിയായ ഗോലിബാറിൽ മേഘാവൃതമായൊരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ തുക്കാറാമിൻ്റെ ഭാര്യ യലൻഭായിക്കും ഒപ്പമായിരുന്നു കോണ്ടിബ ഇവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ മൺസൂൺ അവസാനിച്ചു. ആ സമയത്ത് എന്താണ്, തുറസായ സ്ഥലത്തിൻ്റെ നടുവിൽ കോളനിയിൽ ഒരു കിണറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നിറയെ കറുത്ത പച്ച വെള്ളമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഉപരിതലത്തിൽ നിന്ന് ഏതാനും സെൻറ്റിമീറ്ററിൽ കൂടുതലൊന്നും കാണാൻ നമുക്ക് കഴിയില്ലായിരുന്നു. ദെൻ ചുറ്റുമുള്ള കുടിലുകളിൽ താമസിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? അതാണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ദ വെൽ വാസ് ഹൈറ്റ്ലി യൂസ്ഫുൾ ടു ദ പീപ്പിൾ ഹൂ ലീവ് ഇൻ ദ സറൗണ്ടിങ് ഹട്ട്സ്. They had dug it 2 years before because the only water tap in the colony was not enough for slum's growing population. There had never been any money for the wall around the well. The mouth of the well had gradually widened as the soil and the rock on the side fell in. The bottom was narrow, muddy and filled with weeds. Okay, അപ്പോൾ എന്താണ് പറയുന്നത്? ചുറ്റുമുള്ള കുടിലിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് ഈ കിണർ വളരെ ഉപയോഗപ്രദമായിരുന്നു. അപ്പോൾ ചേരിയിലെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് കോളനിയിലെ ഒരു വാട്ടർ ടാപ്പ് പര്യാപ്തമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 വർഷം മുമ്പ് അവരിത് കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിണറിന് ചുറ്റുമതിൽ കെട്ടാൻ ഇതുവരെ പണം ഉണ്ടായിട്ടില്ലായിരുന്നു.
വശങ്ങളിൽ മണ്ണും പാറക്കല്ലുകളും വീണതോടെ കിണറിൻ്റെ വായുഭാഗത്തിന് ക്രമേണ വികസിച്ചു. അടിഭാഗം ഇടുങ്ങിയതും ചെളി നിറഞ്ഞതും കളകൾ നിറഞ്ഞതൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താണ്? ദ വെൽ വാസ് ഡേഞ്ചറസ് ബട്ട് ഇറ്റ് ഹാഡ് ബീൻ ദെയർ ഫോർ എ സോ ലോങ് ദാറ്റ് നോ വൺ വറീഡ് അബൌട്ട് ഇറ്റ്. ഇറ്റ് സീംസ് ഹാംലെസ് ആൻഡ് കോണ്ടിബ ഹാസ് റിട്ടേൺഡ് ടു ദ സ്ലം ടു ഈറ്റ് ലിറ്റിൽ ഫുഡ് വിച്ച് Yelambai had prepared. His days begging usually ended with when he had collected ₹5 to ₹6 in his small gunny bag. അപ്പോൾ എന്താണ്? ഈ കിണർ അപകടകരമായിരുന്നു. പക്ഷേ ആരും അതിനെക്കുറിച്ച് വിഷമിച്ചിട്ടില്ലാത്തത്. കാലം അവിടെ ഒരുപാട് കാലം ആയല്ലോ അതുകൊണ്ട് ആർക്കും അങ്ങനെ വിഷമമുണ്ടായിരുന്നില്ല. അത് ഉപദ്രവം ഇല്ലാത്തതായിട്ട് അവർക്ക് തോന്നി. ലയൻബായ് തയ്യാറാക്കി അല്പം ഭക്ഷണം കഴിക്കാനായിട്ട് എന്ത് ചെയ്തു? കോണ്ടിബ ചേരിയിലേക്ക് പോയി. സാധാരണഗതിയിൽ അവൻ്റെ ഒരു ദിവസത്തെ ഭിക്ഷാടനം അവസാനിച്ചത് 1000 രൂപ പിടിച്ചെടുത്തപ്പോഴാണ്. അപ്പോൾ എന്താണ്? ദിവസം 500 രൂപ മുതൽ ചെറിയ തോതിൽ 6 രൂപയൊക്കെ വരെയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടിരുന്നത്. ദെൻ സഡൻലി there were shouts and sounds of great confusion. Kondiba, Yelambai were started someone's fallen in the well. They heard a woman cry. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ശബ്ദം വന്നു. വലിയ ശബ്ദ നിലവിളിയും കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കി. കോണ്ടിബയും യെലൻബായും കൂടി ഞെട്ടി. അവർ ആരാണ് കിണറ്റിൽ വീണു? ഒരു സ്ത്രീയുടെ കരച്ചിൽ അവർ കേട്ടു. സോ എന്താണ്? കോണ്ടിബ തൻ്റെ ഭക്ഷണം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്തു? അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. തൻ്റെ ഭക്ഷണം മാറ്റി വെച്ചിട്ട് വേഗം എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് അടിയന്തരമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 1 മിനിറ്റിനുള്ളിൽ അന്ധയായ ഭിക്ഷക്കാരനും സ്ത്രീയും കിണറ്റിനരികിലെത്തി. അത് കഴിഞ്ഞ് കിണറിൻ്റെ വായിൽ ഒരു ചെറിയ കൂട്ടം വഴി തള്ളി. നിമിഷത്തിനകം കോണ്ടിബ എന്ത് ചെയ്തു? ഷാട്ടൂരി വെള്ളത്തിലേക്ക് വഴുതി വീഴാണ് ചെയ്തത്. വെള്ളം കോരുന്നതിനിടയിൽ എന്ത് ചെയ്തു? മരക്കൊമ്പിൽ നിന്ന് അരവിന്ദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് വെള്ളത്തിൽ വീണത്. സോ അദ്ദേഹത്തിനെ കണ്ടെത്താനായിട്ട് 2 ആൺകുട്ടികൾ ഇതിനധികം അതിൽ തുഴയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൺകുട്ടികൾക്ക് എന്ത് പറ്റിയില്ല? മുങ്ങാനായിട്ട് കഴിഞ്ഞില്ല. ദെൻ കോണ്ടിബ ഹാസ് ബീൻ ഗുഡ് സ്വിമ്മർ ആസ് എ യങ് ബോയ് ബിഫോർ ഹി ലോസ്റ്റ് ഹിസ് സൈറ്റ് ബട്ട് ഇയേഴ്സ് ഓഫ് പോവർട്ടി had made him weak. Once he had been able to dive deep into the well around his village to pick up shining bits of broken pottery that he and his friends would throw is an part of game. But it had been many years since he had tried to hold his breath long enough to get to the bottom of well. അപ്പോൾ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് കോണ്ടിബ എന്തായിരുന്നു? ചെറുപ്പത്തിൽ നല്ലൊരു നീന്തൽക്കാരനായിരുന്നു. എന്നാൽ വർഷങ്ങളുടെ ദാരിദ്ര്യം കാരണം അദ്ദേഹം തളർന്നുപോയി. ഒരിക്കലും അവനവൻ്റെ കൂട്ടുകാരും കളിയുടെ ഭാഗമായിട്ട് എറിയുന്ന പൊട്ടിയ മൺപാത്രങ്ങളുടെ തിളങ്ങുന്ന കഷ്ണങ്ങൾ എടുക്കാനായിട്ട് ഗ്രാമത്തിൻ്റെ ചുറ്റുള്ള കിണറുകളിൽ ആഴത്തിൽ മുങ്ങാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു കിണറ്റിൻ്റെ അടിഭാഗത്ത് എത്തിയപ്പോൾ ദീർഘനേരം ശ്വാസം അടക്കി പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ട് വർഷങ്ങളേറെയായെന്നാണ് അവർ പറയുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് കോണ്ടിബ ഒരു നിമിഷം ഉപരിതലത്തിൽ പൊങ്ങിക്കിടന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ഒരു ദീർഘനിശ്വാസം എടുത്ത് ഡൈവ് ചെയ്തു. തൻ കിണറിൻ്റെ വശത്തുള്ള പാറകൾക്കിടയിലൂടെ ശ്രദ്ധാപൂർവം തൻ്റെ വഴി അനുഭവിച്ചുകൊണ്ട് അവൻ താഴേക്ക് എത്തി എന്നാണ് പറയുന്നത്. അവൻ്റെ കാലുകൾ മൃദുവായ ചെളിയിൽ വീണു. ചെളിയുടെ വഴുക്കുള്ള കളകളും അല്ലാതെ മറ്റൊന്നും അയാൾക്ക് തോന്നിയില്ല. പിന്നെ തളർന്നു ശ്വാസം മുട്ടി അവൻ ഉപരിതലത്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. Then എന്താണ്? It was now 2 minutes since Aravind had fallen in. His aunt with whom he lived was at the well. As Kondiba surfaced without the boy, he heard her wailing. അപ്പോൾ എന്താണ്? അരവിന്ദ് അകത്ത് വീണിട്ട് ഇപ്പോൾ 2 മിനിറ്റായി. അവൻ കൂടെ താമസിച്ചിരുന്ന അവൻ്റെ അമ്മായി കിണറ്റിനരികിൽ ഉണ്ടായിരുന്നു. പിന്നെ ആൺകുട്ടി ഇല്ലാതെ കോണ്ടിബ ഉയർന്നു വന്നപ്പോൾ അവളുടെ കരച്ചിൽ അയാൾ കേട്ടു. ഇനി എന്താണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്? അന്ധൻ ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് ഒരു ചെളി നിറഞ്ഞ ആഴത്തിലേക്ക് അപ്രത്യക്ഷനായി. ആദ്യത്തെ മുങ്ങൽ കിണറ്റിൻ്റെ ആകൃതിയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണ ഉണ്ടായിരുന്നു. ദെൻ അങ്ങനെ തന്നെ ഇറങ്ങി താഴെ കൈകൾ കൊണ്ട് തിരയാൻ ശ്രമിച്ചു. അവൻ ചെളിയിൽ വഴുതി കളകളിൽ അകപ്പെട്ടു. അപ്പോൾ ആ കുട്ടിയുടെ ലക്ഷണം അവിടെ കണ്ടില്ല എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ അവൻ്റെ ശ്വാസകോശം ഏതാണ്ട് പൊട്ടിത്തെറിച്ചു. അവൻ ഒരിക്കൽ കൂടി മുകളിലോട്ട് ഉയർന്നു. അവൻ ആദ്യ തവണയേക്കാൾ കൂടുതൽ സമയം ഇറങ്ങിയതിനാൽ സ്ത്രീകളും കുട്ടികളും കൂടുതൽ ആവേശഭരിതരായി. അവൻ്റെ തല വെള്ളത്തിൽ മുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജനകൂട്ടം നിരാശയോടെ നെടിവീർപ്പ് നൽകിയെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? പാരഗ്രാഫിൽ അന്ധതയുടെ എല്ലാ വർഷങ്ങളിലും കോണ്ടിബയ്ക്ക് തൻ്റെ കാഴ്ച ഇത്രയധികം നഷ്ടപ്പെട്ടിട്ടില്ല. അയാൾക്ക് കാണാൻ കഴിഞ്ഞാൽ മുങ്ങി മരിച്ച കുട്ടിയെ കണ്ടെത്താനായേക്കാം. സാധാരണ കണ്ണുകൾക്ക് പോലും ചെളിവെള്ളത്തിൽ കാണാൻ കഴിയില്ലെന്ന് അവൻ അറിയില്ലായിരുന്നു. ദെൻ എന്താണ്? കോണ്ടിബ വാസ് വെരി ടയർഡ് ബട്ട് ഹി ന്യൂ ഹി വാസ് Aravind's only hope. He worked as fast as he could, feeling his way through the mud and weeds. Aravind must be here, he thought. He cannot have vanished. അപ്പോൾ എന്താണ്?
കോണ്ടിബ വളരെ ക്ഷീണിച്ചു. പക്ഷേ അരവിന്ദിനെ രക്ഷിക്കാനുള്ള ഏക പ്രതീക്ഷ താനാന്ന് അവനറിയായിരുന്നു. ചെളിയിലൂടെയും കളകളിലൂടെയും തൻ്റെ വഴി അനുഭവിച്ചുകൊണ്ട് അവൻ കഴിയുന്നത്ര വേഗത്തിൽ പ്രവർത്തിച്ചു. അപ്പോൾ അരവിന്ദ് ഇവിടെ ഉണ്ടായിരിക്കണം അയാൾ ചിന്തിച്ചു. അവന് അപ്രത്യക്ഷമാകാനായിട്ട് കഴിയില്ല എന്നാണ് അവൻ ചിന്തിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, കോണ്ടിബയുടെ വാരിയലുകൾ വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് എന്താണ്, അധിക നേരം ശ്വാസം അടക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവൻ തൻ്റെ ശരീരം നേരെ വളച്ചൊടിച്ചിട്ട് ഉപരിതലത്തിലേക്ക് ചവിട്ടാൻ ഒരുങ്ങുമ്പോൾ അവൻ്റെ വിരലിന് കളകൾക്കിടയിൽ മൃദുവായി എന്തോ തോന്നി. അങ്ങനെ തുണി അയാൾ കൈ കൂടുതൽ നീക്കി അരവിന്ദിനെ കാലുകളിൽ തൊട്ടു. അപ്പോൾ ചെളിയിലും പുൽച്ചെടിയിലും തളർന്ന നിലയിലായിരുന്നു എന്ത്, കുട്ടിയുടെ മൃതദേഹം എന്നാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്, കോണ്ടിബയുടെ ഹൃദയം എന്താണ്, കുറച്ചൊരു വേദനാജനകമായി പിടിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് ശ്വസിക്കേണ്ടി വന്നു. അരവിന്ദിനെ വലയിൽ നിന്ന് മുകളിലേക്ക് വലിച്ചെറിയാൻ എന്തെങ്കിലുമൊക്കെ പിടിക്കണമെന്ന് അയാൾക്ക് തോന്നി. പെട്ടെന്ന് അരവിന്ദിൻ്റെ ബെൽറ്റ് അയാൾക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം വലതു കൈകൊണ്ട് മുറുകെ പിടിച്ച് അയാൾ കുട്ടിയെ സ്വതന്ത്രനാക്കുകയാണ് ചെയ്തത്. തിരിഞ്ഞു മുകളിലേക്ക് തള്ളി. നട്ടലും പേശികളും വേദനിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ചലനങ്ങളെ എന്ത് ചെയ്തു, കുറച്ചുകൂടി നിലച്ചു. അവൻ്റെ ബലഹീനമായ അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന ശരീരം അവൻ ചെയ്യണമെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞതിനെതിരെ പോരാടാണ് ചെയ്തു എന്നാണ് പറയുന്നത്. ദെൻ കീപ്പിംഗ് എ ടൈറ്റ് ഹോൾഡ് ഓൺ ദ ബോയ്സ് ബെൽറ്റ്, കോണ്ടിബ സ്ട്രഗിൾ ടു പുഷ് ഹിംസെൽഫ് അപ്വാർഡ്സ് വിത്ത് ഹിസ് ഫ്രീ ഹാൻഡ് ആൻഡ് ഫീറ്റ്. ഞാൻ ആൺകുട്ടിയുടെ ബെൽറ്റിൽ മുറുകെ പിടിച്ചുകൊണ്ട് കോണ്ടിബ തൻ്റെ സ്വതന്ത്രമായി കൈയും കാലും ഉപയോഗിച്ചിട്ട് സ്വയം മുകളിലേക്ക് തള്ളാൻ പാടുവിട്ടു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ്, അവൻ താഴെ നിന്ന് 6 മീറ്റർ ഉയർന്ന് ഉപരിതലം തകർക്കുന്നതിന് വളരെ നേരം തോന്നി. ദെൻ അയാൾ ശ്വാസം മുട്ടി നിൽക്കുന്നതിനിടയിൽ മറ്റു കൈകൾ വേഗം അരവിന്ദിനെ പൊക്കി കിണറ്റിൽ നിന്ന് പുറത്തെടുത്തു. കോണ്ടിബ കിണറിൻ്റെ പാറക്കെട്ടിൽ മുറുകെ പിടിച്ചു. കണ്ണുകൾ അടച്ചു. ശരീരം തളർന്നു. അരവിന്ദിന് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുടെ ശബ്ദമൊക്കെ അവൻ കേട്ടു. കാരണം അവന് കാണാൻ കഴിയില്ലല്ലോ. പക്ഷേ ശ്രദ്ധിച്ചില്ല. ഒടുവിൽ കുട്ടി വെള്ളം ഛർദ്ദിക്കാൻ തുടങ്ങി. കിണറ്റിൻ്റെ വശത്ത് മുറുകെ പിടിച്ചുകൊണ്ട് കോണ്ടിബയ്ക്ക് സന്തോഷത്തിൻ്റെ കരച്ചിൽ വന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ദെൻ അരവിന്ദ് വാസ് ഹറിഡ് എവേ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് മാൻ ഹെൽപ്പ് കോണ്ടിബ ഔട്ട് ഓഫ് ദ വെൽ ആൻഡ് എ വുമൺ പാറ്റ് ഹിം അഫെക്ഷനേറ്റ്ലി ഓൺ ദ ഷോൾഡർ. Yelenbai led him back to the hut. There Kondiba put on his clothes, finished his half-eaten meal and fell asleep. ദെൻ തുടർന്ന് അരവിന്ദിനെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. ഒരു പുരുഷൻ കോണ്ടിബയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ സഹായിച്ചു. അതുപോലെ ഒരു സ്ത്രീ അവളുടെ തോളിൽ ഒരു വാത്സല്യത്തോടെ തലോടി. ദെൻ യെലൻബായി അവൻ്റെ കുടിലിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. അവിടെ വെച്ച് കോണ്ടിബ വസ്ത്രം ധരിച്ച് കഴിച്ചു വെച്ച ആ ഫുഡിൻ്റെ ബാലൻസ് കഴിച്ച് അവിടെ കിടന്നുറങ്ങിയെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്, അന്ന് വൈകുന്നേരം മന്ദനായ യാചകനോട് താൻ സംരക്ഷിക്കുട്ടി സുഖമായിരിക്കുമെന്ന് പറയാനായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടി കൂടുതൽ നേരം കിണറ്റിലായിരുന്നതിനാൽ ഓക്സിജന്റെ അഭാവം മൂലം അവൻ്റെ തലച്ചോറിന് തകരാർ സംഭവിക്കുകയുണ്ടായിരുന്നെന്ന് കോണ്ടിബ പിന്നീട് മനസ്സിലാക്കി. ദെൻ കോണ്ടിബ കൃത്യസമയത്ത് അവനെ രക്ഷിച്ചു എന്നാണ് അതിൽ പറയുന്നത്. ദെൻ the next afternoon Aravind returned to Golibar and he went at once to Kondiba, and while his aunt watched with tears in her eyes, he touched Kondiba's feet in gratitude. പിന്നെ പിറ്റേന്ന് ഉച്ച കഴിഞ്ഞിട്ട് അരവിന്ദ് ഗോലിബാറിലേക്ക് മടങ്ങി. അവൻ ഉടനെ കോണ്ടിബയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ അമ്മായി ഉണ്ടായിരുന്നു. അവർ കണ്ണീരോടെ നോക്കി നിൽക്കെ നദിബലത്തിൽ കോണ്ടിബയുടെ പാദങ്ങളിൽ തൊട്ടു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്, തീർച്ചയായിട്ടും കോണ്ടിബ ഒരു ജീവൻ രക്ഷിച്ചു. പക്ഷെ അവൻ്റെ സ്വന്തമായത് തുടർന്നുകൊണ്ടേയിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അത് യാചനയാണ്. ഉച്ചയോടെ കോണ്ടിബ തൻ്റെ തോക്കുമായിട്ട് മുംബൈ തെരുവിൽ തിരിച്ചെത്തി. എന്നിരുന്നാലും യാചകന്റെ ധൈര്യത്തെക്കുറിച്ച് അധികം വൈകാതെ വാർത്തകൾ പ്രചരിക്കാനായിട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രവും ധീരമായ രക്ഷാപ്രവർത്തനത്തിൻ്റെ കഥയും നിരവധി ദേശീയ പ്രാദേശിക പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചു. പെട്ടെന്ന് കോണ്ടിബ ഹീറോ ആയിട്ട് മാറി. അതുപോലെ ഗവർണറും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും മറ്റു ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ പ്രശംസിച്ചു. പിന്നെ റിവാർഡ് മൊത്തം ഒരു 12,970 രൂപ അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഏതാനും മാസം അദ്ദേഹത്തിന് അന്തർക്കുള്ളൊരു ഭവനം നൽകി. അതിന് അദ്ദേഹം കുപ്പിയിടൽ, കസേര, ഇരിപ്പിടങ്ങൾ, നെയ്യൽ തുടങ്ങിയ ചില കഴിവുകൾ പഠിച്ചു അവിടെ ഇരുന്നിട്ട് അദ്ദേഹം. ദെൻ ടുഡേ കോണ്ടിബ ലിവ്സ് ഇൻ ജൽന, Mark town close to his native village. He has married a local girl and run a small business. Kondiba Gaiwad's bravery and determination to find the boy in the well had completely changed his own life. The beggar who hated begging never need beg again. അപ്പോൾ എന്താണ്, ഇന്ന് കോണ്ടിബ താമസിക്കുന്നത് ജന്മഗ്രാമത്തിനടുത്തുള്ള ഒരു മാർക്കറ്റ് നഗരമായ ജൽനയിലാണ്. നാട്ടിലൊരു ചെറിയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് ഒരു ചെറിയ കച്ചവടം നടത്തുന്നു.
അപ്പോൾ കോണ്ടിബയുടെ ധൈര്യവും കിണറ്റിലെ കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു നിശ്ചയദാർഢ്യവുമാണ് എന്ത് സ്വന്തം ജീവിതം തന്നെ മാറ്റിമറിച്ചത്. അപ്പോൾ ഭിക്ഷാടന വെറുത്ത യാചകന് പിന്നെ എന്ത് സംഭവിച്ചില്ല? ഭിക്ഷാടനത്തിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ ഭിക്ഷാടനം അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ധൈര്യവും അദ്ദേഹത്തിൻ്റെ കഴിവും കൊണ്ട് അദ്ദേഹത്തിന് എന്തായി? ആ യാചന തന്നെ വേണ്ടാന്ന് വെച്ച് ഒരു ചെറിയ ബിസിനസ് തുടങ്ങാനായിട്ട് സാധിച്ചു. അതാണ് എന്ത് ഈ കഥയിൽ പറയുന്നത്. അങ്ങനെ അദ്ദേഹം എന്തായി? ഈ സ്റ്റോറിയിൽ കോണ്ടിബ ഒരു ഹീറോ ആയിട്ട് മാറാണ് ചെയ്തത്, സ്റ്റോറിയിലും അതുപോലെ ജീവിതത്തിലും. ഓക്കെ, താങ്ക് യു.